The perimeter of a rectangle is 26 centimeters. Another rectangle with twice the length and thrice the breadth has perimeter 62 centimeters. What are the length and breadth of the first rectangle? സോ ഈ ക്വസ്റ്റിനകത്ത് നമ്മുടെ കയ്യിൽ 2 റെക്ടാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ? ആദ്യത്തെ റെക്ടാങ്കിളിനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? ആദ്യത്തെ റെക്ടാങ്കിളില് പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 26 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പെരിമീറ്ററിന് നമുക്ക് പി എന്ന് എഴുതാം. പി 26 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഫസ്റ്റ് റെക്ടാങ്കിൾ ആയതുകൊണ്ട് ഞാൻ P1 എന്ന് എഴുതുന്നതേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ P1 26. Another rectangle, അപ്പൊ നമ്മുടെ കയ്യിൽ വേറൊരു റെക്ടാങ്കിളും കൂടി ഉണ്ട്. ഈ റെക്ടാങ്കിളിന്റെ പ്രത്യേകത with twice the length and thrice the breadth. അപ്പോ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണ് നമുക്ക് ഫസ്റ്റ് ട്രയാങ്കിളിന് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല അല്ലെ? ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ലെങ്ത് എല്ലും ബ്രെഡ്ത്ത് ബിയും ആണെന്ന് വിചാരിക്കാം. ഓക്കെ, another triangle with twice the length എന്ന് പറഞ്ഞപ്പോ രണ്ടാമത്തെ ട്രയാങ്കിളിന് 2L ആണ് ലെങ്ത്. thrice the breadth എന്ന് പറയുമ്പോൾ 3B ആണ് ബ്രെഡ്ത്ത്. ഓക്കെ, twice the length and thrice the breadth has perimeter 62 centimeters. ഇത് സെക്കൻഡ് റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ, ഇത് ഫസ്റ്റ് റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. എന്നിട്ട് വാട്ട് ആർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ ഫസ്റ്റ് റെക്ടാങ്കിൾ, അതായത് എല്ലും ബിയും കണ്ടുപിടിക്കണം. അപ്പൊ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് ബൗണ്ടറി ലെങ്ത് അല്ലെ? ബൗണ്ടറി ഇങ്ങനെ ഇതിന്റെ ചുറ്റും ഇങ്ങനെ നടന്നാൽ എത്ര ദൂരം നമ്മൾ നടക്കും, അതാണ് പെരിമീറ്റർ. അപ്പോ എല് ബി ദെൻ അഗൈൻ എൽ പിന്നെയും ബി. അപ്പൊ എങ്ങനെയാ 2 times L plus B, അതാണ് പെരിമീറ്ററിന്റെ ഇക്വേഷൻ. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ, അത് ഇങ്ങോട്ട് എഴുതാം. അപ്പൊ 2 times L plus B ആണ് 26 എന്ന് തന്നിരിക്കുന്നത് അല്ലെ? ഈ റെക്ടാങ്കിളിന്റെ എല്ലും ബിയും ആണ് ലെങ്ത്തും ബ്രെഡ്ത്തും. അപ്പൊ 2 times L plus B ആണ് 26 തന്നിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് നമുക്ക് ആ 2 എടുത്ത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാം. 2 ഇവിടെ ഓപ്പറേഷൻ 2ന് ജോലി മൾട്ടിപ്ലിക്കേഷൻ, അപ്പുറത്തോട്ട് പോകുമ്പോ ഡിവിഷൻ ആവും. അപ്പോ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പിന്നെ L plus B മാത്രമേ ഉള്ളൂ. 2 അങ്ങോട്ട് പോയി. സോ 26 ഡിവൈഡ് ബൈ 2 ആണല്ലോ. അപ്പോൾ L plus B എന്ന് പറയുന്നത് 26/2 13 കിട്ടി. അതൊരു ഇക്വേഷൻ ആയിട്ട് അവിടെ ഇരിക്കട്ടെ. ഇനി ഇതേപോലെ നമുക്ക് സെക്കൻഡ് ട്രയാങ്കിളിൽ എന്താ അവസ്ഥ നോക്കാം. ട്രയാങ്കിൾ അല്ല, റെക്ടാങ്കിൾ. ആ റെക്ടാങ്കിൾ പറഞ്ഞിരിക്കുന്നത് പെരിമീറ്റർ 62 എന്നാ. ഇവിടെ 2 times ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് തന്നെയാണ്. 2 times ഇവിടെ ലെങ്ത് എന്ന് പറയുന്നയാള് 2L ആണ് അല്ലേ? അപ്പോ 2 times 2L plus ബ്രെഡ്ത്ത് എന്ന് പറയുന്നയാളോ 3B ആണ്. 3B. ഓക്കെ, 2 times ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ത് കിട്ടണം? 62 എന്ന് കിട്ടണം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആ 2 എടുത്ത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. 2വിന്റെ ജോലി ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു ജോലി, റൈറ്റിലോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ നമുക്ക് 2L plus 3B equal to 62 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. അതായത് 2L plus 3B equal to 31 അല്ലെ? 62 ഡിവൈഡ് ബൈ 2 31 എന്ന് കിട്ടി. അപ്പൊ കണ്ടോ, നമ്മുടെ കയ്യിൽ 2 ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, ഇയാളെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനും ഇത് നമുക്ക് സെക്കൻഡ് ഇക്വേഷനും പേരിടാം. ഇനി ഇത് രണ്ടും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ എല്ലും ബിയും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെയോ 2Lഉം 3Bയും ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ കിട്ടാന്ന് നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 2. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 2 ആണ് ചെയ്തത്. ഓക്കെ, ഇംപ്ലൈസ് ഇടാം, അല്ലെങ്കിൽ 2 കോളൻ ഇട്ടിട്ട് കാണിക്കാം. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഇവിടെ 2L ആവും അല്ലെ? ഫസ്റ്റ് ഇക്വേഷനിൽ ഇവിടെ 2L വരും. പ്ലസ് ഇവിടെയോ 2 ഇൻറ്റു ബി 2B എന്ന് വരും. ഈക്വൽ ടു 2 ഇൻറ്റു 13 26 എന്ന് വരും. ഇത് നമുക്ക് തേർഡ് ഇക്വേഷൻ ആയിട്ട് ഇരിക്കട്ടെ. ഓക്കെ, 2L plus 2B equal to 26 ഉണ്ട്. 2L plus 3B equal to 31 ഉണ്ട്. അപ്പൊ ദേ നമ്മുടെ കയ്യിൽ 2 ഇക്വേഷൻസ് ആയി. സെക്കൻഡ് ഇക്വേഷനിൽ 2L ഇരിപ്പുണ്ട് ആണല്ലോ. സെക്കൻഡ് ഇക്വേഷനിൽ 2L ഉണ്ട്. അതുപോലെ തേർഡ് ഇക്വേഷനിലും 2L ഉണ്ട്. നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ മതി ആണല്ലോ. സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് തേർഡ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ബി മാത്രമായിട്ട് കിട്ടും. കാണിച്ചു തരാം. നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. ഇവിടെ നോക്കിയോ, സബ്ട്രാക്ഷൻ ആണ്. നമുക്ക് എഴുതുമ്പോ സെക്കൻഡ് ഇക്വേഷൻ മൈനസ് തേർഡ് ഇക്വേഷൻ എന്ന് എഴുതാം.
ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ മൈനസ് തേർഡ് ഇക്വേഷൻ ഇതാ. അപ്പൊ എന്താ കിട്ടുന്നതെന്ന് നോക്കാം. 12 മൈനസ് 12 അല്ലേ, 12 മൈനസ് 12 എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ആയിപ്പോയി ആണല്ലോ. 12 മൈനസ് 12 കട്ടായി പോയി, 0 ആയി. 3b മൈനസ് 2b, 3bന്ന് 2b പോയാൽ ബാക്കി ഒരു b ഉള്ളൂ അല്ലേ. b is equal to, ഇനി അപ്പുറത്തെ സൈഡിൽ ആരാ ഉള്ളത്, 31 മൈനസ് 26, 5 അല്ലേ. അപ്പൊ b is equal to 5 സെന്റിമീറ്റർ. ഇവിടെ ക്വസ്റ്റിനകത്ത് എല്ലാവരും സെന്റിമീറ്റർ ആയിട്ടായിരുന്നത്, അതുകൊണ്ട് ബ്രെഡ്ത്തും 5 സെന്റിമീറ്റർ ആക്കി. അപ്പൊ ബ്രെഡ്ത്ത് കിട്ടി, ഇനി ലെങ്ത് കിട്ടണം. അതിന് ഈ ഇക്വേഷൻ എടുക്കാം. ഫസ്റ്റ് ഇക്വേഷനകത്ത് l പ്ലസ് ബി 30 എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എന്താ കിട്ടുന്നത്, l പ്ലസ് 5, b എന്ന് പറഞ്ഞാൽ 5 ആണെന്ന് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് ഇങ്ങോട്ട് കൊടുത്തു. l പ്ലസ് 5 ഈക്വൽ ടു 13. അപ്പൊ എന്ത് കിട്ടും, l is equal to 8 എന്ന് കിട്ടും അല്ലേ. ആണല്ലോ, 5 എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. 13 മൈനസ് 5, 8. അപ്പൊ ലെങ്ത് 8 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആയിരുന്നു ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. താങ്ക് യു. എല്ലാ കുട്ടികൾക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.